വെൽക്കം ബാക്ക് ടു Onevestor. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 9 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ മിക്ക ഫൈനാൻഷ്യൽ പോർട്ടൽസിലും ഒരു നമ്പർ മാത്രമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നോ നമുക്ക് ആ വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ മനസ്സിലാവത്തില്ല. ഫോർ എക്സാമ്പിൾ ITCയുടെ സ്റ്റോക്ക് പ്രൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം 200 റുപ്പീസാണ്. ഇനി MRFൻ്റെ സ്റ്റോക്ക് പ്രൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എഗെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 80,000 റുപ്പീസുമാണ്. പക്ഷേ MRFൻ്റെ സ്റ്റോക്ക് പ്രൈസ് 80,000 ആയതുകൊണ്ടോ അല്ലെങ്കിൽ ITCയുടെ സ്റ്റോക്ക് പ്രൈസ് 200 ആയതുകൊണ്ടോ അതിനർത്ഥം MRF എന്ന് പറഞ്ഞാൽ ITCയെക്കാളും വലിയൊരു കമ്പനി ആണെന്നല്ല. കാരണം ഈ കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ITCയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 lakh crores ആണ്. ഇനി MRFൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 30,000 crores ആണ്. അതായത് MRFൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനേക്കാളും ഏകദേശം 8 times കൂടുതലാണ് ITCയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ. സോ അതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് MRFനേക്കാളും 8 ഇരട്ടി വലിയ കമ്പനിയാണ് ITC എന്നതാണ്. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ട 9 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ, അതായത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് വാല്യൂ എന്നാണ് അർത്ഥം. അതായത് സപ്പോസ് ഒരു ABC എന്ന് പറഞ്ഞ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഉണ്ടെന്ന് വിചാരിച്ചോ. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ് ABC എന്ന് പറഞ്ഞ കമ്പനി. അപ്പം ആ കമ്പനിക്ക് 1000 ഷെയർസ് ആണ് ടോട്ടൽ ഉള്ളത്. അതായത് അവർ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ 1000 ആണ്. ഇനി ആ കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ABCയുടെ ഷെയർസ് ട്രേഡ് ചെയ്യുന്നത് 100 രൂപയ്ക്കുമാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ABCയുടെ മാർക്കറ്റ് ക്യാപ്പ് അഥവാ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ 1000 × 100 ആണ്. അതായത് 1 lakh rupees വരും ABCയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ. സോ ABC എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ 1000 ഷെയർസും ഒരാൾക്ക് അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ കൊടുക്കണമെന്നുള്ളതാണ് ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ സൂചിപ്പിക്കുന്നത്. സോ ഈ കേസിൽ അത് 1 lakh rupees ആണ്. നമുക്ക് വേണമെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ നമ്മൾ കടയിൽ പോകുമ്പം ഒരു പ്രോഡക്റ്റിൻ്റെ MRP നോക്കുമല്ലോ, ആ MRPക്ക് ഈക്വലൻ്റ് ആയിട്ട് വേണമെങ്കിൽ കാണാൻ പറ്റും. സേ നിങ്ങളിപ്പം കടയിൽ പോയിട്ട് ഇപ്പോൾ ഒരു പേസ്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ MRP ഇപ്പം 50 rupees ആയിരിക്കാം. അതായത് ആ പേസ്റ്റ് വാങ്ങിക്കാനായിട്ട് നിങ്ങൾ ചിലവാക്കേണ്ട പൈസയാണ് 50 rupees. അതുപോലെ തന്നെ ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ MRP എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ്. അതായത് ആ ലിസ്റ്റഡ് കമ്പനിയുടെ ഓരോ ഷെയർസും നിങ്ങൾക്ക് അക്വയർ ചെയ്യണമെങ്കിൽ എത്ര രൂപ വേണം എന്നുള്ളതാണ് ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ സൂചിപ്പിക്കുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു അവരുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ആണ്. പക്ഷേ ഒരു ഇൻവെസ്റ്റർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ കാണേണ്ടത് അങ്ങനെയല്ല. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അവരുടെ ലൈഫ് ടൈമിൽ എത്ര ക്യാഷ് ജനറേറ്റ് ചെയ്യുമെന്നുള്ളതാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ സൂചിപ്പിക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പം ഇന്ത്യയിലെ ടോപ്പ് 5 കമ്പനീസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും റിലയൻസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ 13 lakh crores ആണ്. ഇനി TCS ആണെങ്കിൽ 11 lakh crores ആണ്. HDFC ബാങ്ക് ആണെങ്കിൽ 7.89 lakh crores ആണ്. ഇൻഫോസിസിൻ്റെ 6.85 lakh crores ആണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണെങ്കിൽ 5.48 lakh crores ആണ്. ഇനി ഈ ഫിഗർ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ കമ്പനീസൊക്കെ ഇവരുടെ ലൈഫ് ടൈമിൽ എത്ര ക്യാഷ് ജനറേറ്റ് ചെയ്യും, അതായത് പ്രോഫിറ്റ്സ് ആയിട്ട് എത്ര ക്യാഷ് ജനറേറ്റ് ചെയ്യും എന്നാണ് ഈ സൂചിപ്പിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇതിൽ നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ട് നമ്മൾ സോർട്ട് ചെയ്യുകയാണെങ്കിലും റിലയൻസ് ആണ് ടോപ്പ്. പക്ഷേ HDFC ബാങ്കിൻ്റെ നോക്കുകയാണെങ്കിൽ അവർ 15,000 crores ആണ് അവർ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വർഷത്തെ പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ. അതിനേക്കാളും കൂടുതലാണ് ആക്ച്വലി ഇൻഫോസിസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇൻഫോസിസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനേക്കാളും കൂടുതലാണ് HDFC ബാങ്കിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അതിനർത്ഥം മാർക്കറ്റ് വാല്യൂ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് കൺസിഡർ ചെയ്തിരിക്കുന്നത് HDFC ബാങ്ക് ആണ് ലോങ് ടേമിൽ ഇൻഫോസിസിനേക്കാളും കൂടുതൽ ക്യാഷ് ജനറേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അല്ലെങ്കിൽ മാർക്കറ്റ് അസ്യൂം ചെയ്തിരിക്കുന്നത് HDFC ബാങ്ക് അവരുടെ ലൈഫ് ടൈമിൽ ഇൻഫോസിസിനേക്കാളും കൂടുതൽ ക്യാഷ് പ്രോഫിറ്റ്സ് ആയിട്ട് ജനറേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ വോഡഫോൺ ഇന്ത്യയുടെ ഷെയർസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് കുറച്ച് ദിവസങ്ങളിലായിട്ട് താഴോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ പ്രൊമോട്ടേഴ്സ് ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു അവരുടെ സ്റ്റേക്ക് അവർ ഫ്രീ ആയിട്ട് ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ BSNLനോ കൊടുത്തേക്കാവുന്നുള്ളത്. സോ അതിനർത്ഥം അവരുടെ സ്റ്റേക്കിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ 0 ആണ്. ഇനിയും സ്റ്റോക്ക് മാർക്കറ്റിൽ അതിൻ്റെ വാല്യൂ എങ്ങനെയാണെന്നുള്ളത് കുറച്ച് ദിവസം കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. കാരണം ഈ കമ്പനി വേറെ ഇതിലൊരു കമ്പനി അക്വയർ ചെയ്യുകയാണെങ്കിൽ എത്ര രൂപയ്ക്കാണ് അവർ ഷെയർസ് അക്വയർ ചെയ്യുന്നതെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പോഴത്തെ വാല്യൂ. ഇനിയും ഇവരിത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ വാല്യൂ അവരൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു ഷെയറിന് 1 രൂപ എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പം സെയിൽ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റോക്ക് ഹോൾഡേഴ്സിന് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. സോ ഞാൻ പറഞ്ഞു വന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി
അവരുടെ ലൈഫ് ടൈമിൽ എത്ര രൂപ ഏൺ ചെയ്യുമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സോ വോഡഫോണിൻ്റെ കേസിൽ അവരൊരിക്കലും ഒരു പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 0 ആണ് അവർ അസ്യൂം ചെയ്തിരിക്കുന്നത്. പക്ഷേ മാർക്കറ്റിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പം മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇത് ഏതൊരു കമ്പനി അക്വയർ ചെയ്യുകയാണെങ്കിൽ ഈ 5,000 crores എങ്കിലും ഈ കമ്പനിക്ക് കിട്ടും എന്നുള്ളതായിരിക്കാം. ഇനി ബയർ അതും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ പ്രൊമോട്ടേഴ്സ് പറഞ്ഞ പോലെ തന്നെ ഫ്രീ ആയിട്ടായിരിക്കും ഷെയർസ് എല്ലാം കൊടുക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ പബ്ലിക്കിൽ നിന്നുള്ള ഷെയർസിന് അവർ ചിലപ്പം കാണുന്ന വാല്യൂ ചിലപ്പോൾ 1 രൂപയായിരിക്കും, അല്ലെങ്കിൽ അതിന് ചിലപ്പം 0 വാല്യൂ ആയിരിക്കും, ചിലപ്പോൾ അത് റൈറ്റ് ഓഫ് ചെയ്യുമായിരിക്കും. സോ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഇന്ത്യയിലെ ടോപ്പ് 100 കമ്പനീസിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ, അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ച് ഇന്ത്യയിലെ ടോപ്പ് 100 കമ്പനീസിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഉണ്ട്, അതുപോലെ ITC ഉണ്ട്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ 5.48 lakh crores ആണ്. ഇനി ITCയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ 2.52 lakh crores ആണ്. പക്ഷേ ഇവരുടെ പ്രോഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ITCയുടെ പ്രോഫിറ്റ്സ് ഏകദേശം 13,000 crores ആണ്. ഇനി ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ഒരു വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 8,000 crores ആണ്. സോ ITCയുടെ പ്രോഫിറ്റ്സ് ഏകദേശം ഡബിളാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവറിനെക്കാളും. പക്ഷേ എന്നിട്ടും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ ITCയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഹിന്ദുസ്ഥാൻ യൂണിലിവറിനെക്കാളും പകുതിയേ ഉള്ളൂ. സോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മാർക്കറ്റ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഈ കമ്പനീസിനെ വാല്യൂ ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ്. സോ അതിനർത്ഥം ITC അടുത്ത അവരുടെ ലൈഫ് ടൈമിൽ ജനറേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ക്യാഷിനേക്കാളും കൂടുതൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ജനറേറ്റ് ചെയ്യും എന്നാണ് മാർക്കറ്റ് വിശ്വസിക്കുന്നത്. ഇനി അതങ്ങനെയല്ല, ITCയുടെ ക്യാഷ് ഫ്ലോ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി, അവരുടെ സിഗരറ്റ് ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം കുറഞ്ഞു, പക്ഷേ അവരുടെ FMCGയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിസിനസ്സിൽ നിന്നെല്ലാം അവരുടെ പ്രോഫിറ്റ്സ് കൂടാനും നന്നായിട്ട് തുടങ്ങുകയാണെങ്കിൽ ഈ വാല്യുവേഷൻ അപ്പം മാറുകയും ചെയ്യും. ചിലപ്പോൾ ഒരു പക്ഷേ ഈ പ്രോഫിറ്റ്സ് അവർക്ക് പിന്നെയും കൺസിസ്റ്റൻ്റ് ആയിട്ട് വേറെ ബിസിനസ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിലപ്പം ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ഡബിൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആയിരിക്കും ITCക്ക് വരുന്നത്. ഇനി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ കമ്പനി ഇഷ്യൂ ചെയ്തിരിക്കുന്ന അവരുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ABC എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ടെങ്കിൽ അവർക്കിപ്പം 1000 ഷെയർസ് ആയിരിക്കും ടോട്ടൽ ഉള്ളത്. അതിനിപ്പം 100 rupees ആണ് അവരുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രൈസ് എങ്കിൽ അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ABCയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ 1 lakh ആണ്. സോ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ചെക്ക് ചെയ്യുക, അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രൈസും ചെക്ക് ചെയ്യുക. ഇതിപ്പം നമുക്ക് മാനുവലി കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം അത്യാവശ്യം എല്ലാ ഫൈനാൻഷ്യൽ പോർട്ടൽസിലും ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിസിബിൾ ആണ്. ഇനി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് ഫുൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആകാം, അതുപോലെ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആകാം. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് എത്ര ഷെയർസ് ഉണ്ടോ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റോക്ക് മാർക്കറ്റ് പ്രൈസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം കിട്ടുന്ന വാല്യൂ ആണ് ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ. ആ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ്. അതായത് ഒരു കമ്പനിയുടെ എൻറ്റയർ ഷെയർസും നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ എത്ര രൂപ വേണമെന്നുള്ളതാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ സൂചിപ്പിക്കുന്നത്. ഇനി ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്തിരിക്കുന്ന സ്റ്റേക്ക്, അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഷെയർസ് കൗണ്ട് ചെയ്യാതെ ബാക്കിയുള്ള ഷെയർസിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എത്രയാണോ, അല്ലെങ്കിൽ ബാക്കിയുള്ള ഷെയർസിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാണോ, അതാണ് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ABC എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് 1000 ഷെയർസ് ആണ് ഉള്ളത്. അതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 rupees ആണെങ്കിൽ 1 lakh ആണ് ABCയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഫുൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് അത്. ഇനി ആ 1000 ഷെയർസിൽ 400 ഷെയർസ്, അതായത് 40% പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ബാക്കി 60% പബ്ലിക്കിൻ്റെ കയ്യിലുമായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ 60% അഥവാ 600 ഷെയർസ് ആണ് പബ്ലിക്കിൻ്റെ കയ്യിലുള്ളത്. ആ 600 ഷെയർസിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 600 × 100 വരും. സോ 60,000 വരും ആ കമ്പനിയുടെ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഇന്ത്യയിൽ സെൻസെക്സിൻ്റെയും നിഫ്റ്റിയുടെയും എല്ലാം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പം ഏറ്റവും വലിയ കമ്പനി ഇപ്പം ഒരു കാലത്ത് വിപ്രോ ആയിരുന്നു. വിപ്രോയുടെ പക്ഷേ 90% സ്റ്റേക്ക് ഏകദേശം അസിം പ്രീമിറ്റിയുടെയിലായിരുന്നു, അതിൻ്റെ പ്രൊമോട്ടറിൻ്റെ തന്നെയായിരുന്നു. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ കമ്പനിയുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എടുത്താൽ ആ കമ്പനി 5%, 10% ഒക്കെ മൂവ് ചെയ്താലും മാർക്കറ്റിൽ വലിയ എഫക്റ്റ് കാണത്തില്ല. അതിനാണ് ഈ പ്രൊമോട്ടേഴ്സിൻ്റെ ഇരിക്കുന്ന സ്റ്റേക്ക് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് പബ്ലിക്കിൻ്റെയിലുള്ള ഷെയർസിൻ്റെ വാല്യൂ മാത്രം കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ സെൻസെക്സിൻ്റെയും നിഫ്റ്റിയുടെയും ഒക്കെ വാല്യൂ ഇപ്പം റിലയൻസിനെയും TCSനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ITC പോലുള്ള കമ്പനിയെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തതിനെയും, കാരണം ITCയുടെ പബ്ലിക് ഹോൾഡിങ്സ് കൂടുതലാണ്.
അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് ITCയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിലും സെൻസെക്സിലും ഭയങ്കര കൂടുതലായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് റിലയൻസും TCS ഒക്കെ കുറേ കയറിയോണ്ടാണ് ഈ ITCയുടെ ഇൻഫ്ലുവൻസ് താന്നത്. ഇനി ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ കമ്പനിയെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇപ്പം 20,000 crores മേലെയാണെങ്കിൽ നമുക്ക് ആ കമ്പനിയെ ഒരു ലാർജ് ക്യാപ് കമ്പനിയായിട്ട് പറയാൻ പറ്റും. ഇനി ആ കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ 5,000 crores മുതൽ 20,000 crores വരെയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയെ നമ്മൾ മിഡ് ക്യാപ്പായിട്ടും കൺസിഡർ ചെയ്യും. ഇനിയും 5,000 crores താഴെയാണ് ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എങ്കിൽ നമ്മൾ ആ കമ്പനിയെ ഒരു സ്മോൾ ക്യാപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് ഇന്ത്യയിലെ പ്രൈവറ്റ് ബാങ്ക്സിൻ്റെ ഒരു ലിസ്റ്റ്. ഇതിൽ ടോപ്പ് എന്ന് പറഞ്ഞാൽ HDFC ബാങ്കാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും 7.88 lakh crores ആണ് HDFC ബാങ്കിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ഈ ലിസ്റ്റിൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫെഡറൽ ബാങ്കാണ്. അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ 18,000 crores ആണ്. സോ HDFC ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ക്യാപ്പാണ്. ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു മിഡ് ക്യാപ്പുമാണ്. കാരണം ഫെഡറൽ ബാങ്കിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ 20,000 crores താഴെയാണ്. അതുപോലെ ഈ ലിസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും CSB ബാങ്കിൻ്റെ താഴെയുള്ള ബാങ്കുകളുടെ എല്ലാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ 5,000 crores താഴെയാണ്. സോ ഈ കമ്പനീസൊക്കെ സ്മോൾ ക്യാപ് കമ്പനീസാണ്. ഇനി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്ക്രീൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും MRFൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 80,000 rupees ആണ്. ഇനി പേജ് ഇൻഡസ്ട്രീസിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 30,000 rupees ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് അതിനർത്ഥം MRFൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അഥവാ അല്ലെങ്കിൽ MRFൻ്റെ ആ കമ്പനി എന്ന് പറഞ്ഞാൽ പേജ് ഇൻഡസ്ട്രീസിനേക്കാളും വലുതാണെന്നുള്ളതല്ല. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും MRFൻ്റെ സ്റ്റോക്ക് പ്രൈസ് 80,000 ഉണ്ടെങ്കിലും അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 33,000 crores ഉള്ളൂ. പക്ഷേ പേജ് ഇൻഡസ്ട്രീസിൻ്റെ സ്റ്റോക്ക് പ്രൈസ് 30,000 rupees ആണ്. പക്ഷേ അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 35,000 crores ഉണ്ട്. അതായത് MRFനേക്കാളും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പേജ് ഇൻഡസ്ട്രീസിനാണ് ഉള്ളത്. ഇനി അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ്, ഇപ്പം MRFൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇവരുടെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ 80,000 rupees ആണ്. പക്ഷേ സൊമാറ്റോയുടെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ 134 rupees ഉള്ളൂ. പക്ഷേ എന്നിട്ടും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ MRFൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനേക്കാളും ഓൾമോസ്റ്റ് 3 times ഉണ്ട് സൊമാറ്റോയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഈ ഒരു കാരണം കൊണ്ടാണ് നിങ്ങൾ ഒരു കമ്പനി അനലൈസ് ചെയ്യുമ്പം അല്ലെങ്കിൽ രണ്ട് കമ്പനീസ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ബേസ് ചെയ്തിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്, അല്ലാതെ അവരുടെ സ്റ്റോക്ക് പ്രൈസ് ബേസ് ചെയ്തിട്ടല്ല. സോ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ നെറ്റ് പ്രോഫിറ്റും അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് ഒക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. അല്ലാതെ ജസ്റ്റ് ബ്ലൈൻഡായിട്ട് PE മൾട്ടിപ്പിളോ അല്ലെങ്കിൽ ഏർണിങ്സ് പെർ ഷെയറോ ഇവരുടെ ഓരോ ഡിഫറെൻറ്റ് ഫൈനാൻഷ്യൽ പോർട്ടൽസിൽ കാണിച്ചിരിക്കുന്ന പല മൾട്ടിപ്പിൾസും റേഷ്യൂസും അല്ല അപ്പോൾ കൺസിഡർ ചെയ്യേണ്ടത്. അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എടുക്കുക, അവരുടെ നെറ്റ് പ്രോഫിറ്റ് എടുക്കുക, പ്രീവിയസ് ഇയേഴ്സിലെയൊക്കെ പ്രോഫിറ്റ് എടുക്കുക, പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുക, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുക. അതായിരിക്കും കൂടുതലൊരു നല്ലൊരു റിലയബിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ ബേസ് ചെയ്തിട്ട് വേണം അനലൈസ് ചെയ്യാനെന്ന് പറയാൻ കാരണം ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മതി. വിപ്രോയുടെ സ്റ്റോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോഴത്തെ വിപ്രോയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ 3.2 lakh crores ആണ്. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റും അവരുടെ ചാർട്ടിൽ നിന്ന് കാണാൻ പറ്റും അവരുടെ സ്റ്റോക്ക് പ്രൈസ് ഇപ്പം ഓൾ ടൈം ഹൈയിലാണ്. പക്ഷേ ഒരു 2020 വരെ അവരുടെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ അവരുടെ 2000 ഹൈയിലേക്കാളും താഴെയായിരുന്നു. ഈ അടുത്ത കാലത്താണ് ആ ഒരു പ്രൈസ് വിപ്രോയുടെ സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ചെയ്തത്. സോ അതിൻ്റെ അർത്ഥം ഇതാണ്, വിപ്രോയുടെ സ്റ്റോക്ക് കുറേ ബോണസും അതുപോലെ സ്റ്റോക്ക് സ്പ്ലിറ്റും എല്ലാം നടത്തിയിട്ടുണ്ടായിരിക്കാം, ഡിവിഡൻസും നടത്തിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ 2000 പീക്കിൽ വിപ്രോയുടെ സ്റ്റോക്ക് മേടിച്ച ഒരാൾക്ക് ഈ 2020 കഴിഞ്ഞപ്പോഴായിരിക്കാം റിട്ടേൺസ് കിട്ടിയിട്ടുള്ളത്. സോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ബേസ് ചെയ്തിട്ട് കമ്പയർ ചെയ്താൽ മതി. കാരണം 2000 പീക്കിൽ വിപ്രോയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ 2 lakh crores ആയിരുന്നു. ഈ അടുത്ത കാലത്തും അതായത് 2020 വിപ്രോയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ അറൗണ്ട് 2 lakh crores ആണ്. സോ ആ സമയത്ത് വിപ്രോയുടെ എൻറ്റയർ കമ്പനി വിപ്രോയുടെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന എല്ലാ ഷെയർസും വാങ്ങിക്കാൻ ഒരാൾക്ക് 2 lakh crores മുടക്കിയിട്ടുണ്ടായിരിക്കാം. ഈ അടുത്ത കാലത്ത് അതായത് ജനുവരി 2020 അവർ അക്വയർ ചെയ്ത ആ ഷെയർസിൻ്റെ എല്ലാം ഇപ്പോഴത്തെ വാല്യൂം 2 lakh crores തന്നെ ഉള്ളൂ. അതായത് സ്റ്റോക്ക് പ്രൈസിൻ്റെ ഒരു അപ്രീസിയേഷൻ കൊണ്ട് അവർക്കൊരു റിട്ടേണും കിട്ടിയിട്ടില്ല. പക്ഷേ ആ കമ്പനി ഡെലിവറി ചെയ്തിട്ടുള്ള ഡിവിഡൻസ് എല്ലാം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. സോ അതൊരു നല്ല റിട്ടേൺ തന്നെ ചിലപ്പോൾ കണ്ടേക്കാം. പക്ഷേ ക്യാപിറ്റൽ അപ്രീസിയേഷൻ നോക്കുകയാണെങ്കിൽ 0 ആയിരുന്നു. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ സ്റ്റോക്ക് പ്രൈസ് ബേസ് ചെയ്ത് നോക്കിയാലോ അല്ലെങ്കിൽ അവരുടെ സ്റ്റോക്ക് സ്പ്ലിറ്റും ബോണസ് ഇഷ്യൂ വരുന്ന നോക്കിയാലോ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ തന്നെ അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കമ്പനി അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നിങ്ങൾ അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ചാർട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും ITCയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 200 rupees ഉള്ളൂ. MRFൻ്റെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ 80,000 rupees ഉണ്ട്. അതിനർത്ഥം ഒരു ഷെയറിൻ്റെ വാല്യൂ മാത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്.
ഇനി അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ITCയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 2.5 lakh crores ഉണ്ട്. അതുപോലെ MRFൻ്റെ ആണെങ്കിൽ 33,000 crores ഉള്ളൂ. അതുപോലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മാത്രമല്ല, ഇനി ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ്സ് നോക്കിയാലും ITCയുടെ ഒരു വർഷത്തെ പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ 13,000 crores ഉണ്ട്. MRFൻ്റെ ആണെങ്കിൽ 1,200 crores ഉള്ളൂ. അതായത് MRFിനേക്കാളും 10 times കൂടുതൽ പ്രോഫിറ്റ്സ് ആണ് ITC ജനറേറ്റ് ചെയ്യുന്നത്. ഇനിയും അവരുടെ P മൾട്ടിപ്പിൾ, അതായത് ഒരു വർഷത്തെ പ്രോഫിറ്റ്സിൻ്റെ എത്ര ടൈംസ് ആണ് നമ്മൾ പേ ചെയ്യുന്നതെന്നുള്ളതാണ് P മൾട്ടിപ്പിൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ITCയുടെ ഒരു വർഷത്തെ പ്രോഫിറ്റിൻ്റെ 18 times ആണ് അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഇനിയും MRFൻ്റെ ആണെങ്കിൽ അവർ ജനറേറ്റ് ചെയ്യുന്ന ഒരു വർഷത്തെ പ്രോഫിറ്റ്സിൻ്റെ 26 times ആണ് അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ. സോ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങളൊരു കമ്പനിയെ വാല്യൂ ചെയ്യാനും അത് വാങ്ങിക്കണോ വേണ്ടായോ എന്ന് ഡിസൈഡ് ചെയ്യാനും. കാരണം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ബോണസ് ഷെയർസ് കൊണ്ടോ ഒന്നും മാറുന്നില്ല. അത് സ്റ്റോക്ക് പ്രൈസ് മാത്രമേ അതുകൊണ്ട് അഡ്ജസ്റ്റ് ആവുന്നുള്ളൂ. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എപ്പോഴും സെയിം ആയിരിക്കും. അത് മാറണമെങ്കിൽ ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് മാറണം. അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ മാറുമ്പോൾ മാത്രമാണ് ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മാറുന്നത്. ഇനി ഇന്ത്യയിൽ BSEയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പനീസിൻ്റെയും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നമ്മൾ കൂട്ടി നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം 200 lakh crores ആണ്. അതായത് ഓൾമോസ്റ്റ് $3 trillion വരും. സോ അതിനർത്ഥം ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനീസിനെ എല്ലാം നിങ്ങൾക്ക് അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ക്യാഷ് ആയിട്ട് അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എമൗണ്ട് ആണ് ഈ കാണിച്ചിരിക്കുന്ന 200 lakh crores എന്ന് പറഞ്ഞാൽ. ഈ $3 trillion എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു വലിയ ഫിഗറുമാണ്, ഒരു വലിയ മൈൽ സ്റ്റോണുമാണ്. പക്ഷേ അത് ഗ്ലോബലി കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആപ്പിളിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ $2.4 trillion ആണ്. അതുപോലെ മൈക്രോസോഫ്റ്റിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ $2 trillion ആണ്. അതായത് അതിനർത്ഥം ആപ്പിളിൻ്റെയും മൈക്രോസോഫ്റ്റിൻ്റെയും കമ്പൈൻഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പനീസിനേക്കാളും കൂടുതലാണ്. ഇനി അതുപോലെ ആപ്പിളും മൈക്രോസോഫ്റ്റും ഗൂഗിളും ആമസോണും കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ 4 കമ്പനീസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പനീസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ഡബിൾ വരും. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ സെലക്ട് ചെയ്ത ടോപ്പിക്ക് ആക്ച്വലി ഒരു സിമ്പിൾ ടോപ്പിക്ക് തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊക്കെ പറയേണ്ടത് അത്യാവശ്യമായിരുന്നു എന്ന്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇന്ത്യയിലെ ലിസ്റ്റഡ് കമ്പനീസിനെയൊക്കെ നമ്മൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ച് സോർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ കമ്പനിയും ലാർജ് ക്യാപ്പിലോ അല്ലെങ്കിൽ മിഡ് ക്യാപ്പായിട്ടോ അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പായിട്ടോ കൺസിഡർ ചെയ്യാൻ പറ്റും. സോ എൻ്റെ അപ്കമിങ് എപ്പിസോഡിൽ സ്മോൾ ക്യാപ്പിനെ പറ്റിയും മിഡ് ക്യാപ്പിനെ പറ്റിയും ലാർജ് ക്യാപ്പിനെ പറ്റിയും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 9 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ ടോപ്പിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഗുഡ് ബൈ, അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.